ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാലാവസ്ഥ കേട്ടോ. മൂടിക്കെട്ടി നിൽക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ തുളുമഴ, പിന്നെ വെയിൽ, തുളുമഴ ഇങ്ങനെ. അപ്പോൾ രാവിലെ തന്നെ ഇതേ സീക്കയും കൊച്ചും കൂടി ഇതേ ഒരു പെട്ടിയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? പൂച്ച കുത്തിവെപ്പിക്കാൻ കൊണ്ടുവന്നാണ് കേട്ടോ. അപ്പം നമ്മുടെ പൂച്ച മാത്രമല്ല, 2 പൂച്ച കൂടെ ഉണ്ട്. അപ്പോൾ ഇതുങ്ങളുടെ പ്രായം എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് വെറ്റിനറി ഡോക്ടർ പറഞ്ഞു, എന്നാൽ പൂച്ച കൊണ്ടുവന്ന് നോക്കിയിട്ട് നിങ്ങളുടെ പ്രായം നോക്കിയിട്ട് നമുക്ക് കുത്തിവെപ്പ് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു വന്നു കേട്ടോ. തിരിച്ചു വന്നപ്പോൾ കൂടെ ഒരാളും കൂടി എത്തിയിട്ടുണ്ടേ. ഞാൻ പറഞ്ഞില്ല പൂച്ച തന്ന കിങ്ങിണിയും കിച്ചു. അപ്പോൾ കിങ്ങിണി എത്തിയിട്ടുണ്ട് കേട്ടോ. കുറേ നേരം കിങ്ങിണിയായിട്ട് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇനിയിപ്പോൾ ചെറിയ കൊച്ചിന് വൈറ്റമിനെ കൊടുക്കാനുണ്ട്. ഇന്ന് 6 മാസമായി കേട്ടോ. അപ്പോൾ വൈറ്റമിനെ കൊടുക്കാൻ വേണ്ടി കഥയൊക്കെ പൂട്ടി നമ്മൾ ഇറങ്ങി. ഇതാണ് കേട്ടോ നമ്മൾ നടക്കുന്ന വഴി. നമുക്ക് മൊത്തം പായൽ പിടിച്ച് കിടക്കുക. എത്ര തവണ വീണിട്ടുണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. കണ്ടോ ഭയങ്കര പാടാ വഴി വരാനേ. മിനിഞ്ഞാന്ന് കൂടിയാൽ വീണെന്നേ. അങ്ങനെ ഇതേ നമ്മൾ റോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ. വീഡിയോ എടുത്തില്ല എന്നുള്ള കിങ്ങിണിയുടെയും കിച്ചിൻ്റെയും പരാതി ഇന്ന് ഞാൻ തീർക്കും കേട്ടോ. അങ്ങനെ വഴിയോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ പാലം കേട്ടോ. അപ്പോൾ പാലത്തിൻ്റെ താഴെ നിന്ന് വർത്താനം കേൾക്കാം. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു ഇതാരാണ് അവിടെ വർത്താനം പറയുന്നതേ. അങ്ങനെ നോക്കിയപ്പോൾ ഇതേ കിങ്ങിണിയുടെ ചേട്ടനും കിങ്ങിണിയുടെ കസിൻ സിസ്റ്ററും ബ്രദറും ഉണ്ട് കേട്ടോ അവിടെ. അവർ തോട്ടിൽ എന്തൊക്കെയോ തപ്പിക്കൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു എന്നാ പരിപാടിയെന്ന്. അപ്പോൾ അവർ പറഞ്ഞ് ഞണ്ടിനെ പിടിക്കുകയാണെന്ന്. ഇക്കാലത്തും ഇതേ ഫോണിൽ മാത്രം ഇരിക്കുന്ന പിള്ളേരല്ല, അല്ലാത്ത പ്രകൃതിയെ സ്നേഹിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് വളരെ സന്തോഷം കേട്ടോ. അതെ, അങ്ങനെ ഇതേ ബൈക്കിൽ കയറാൻ വേണ്ടി പോവാണേ. അപ്പോൾ സീക്കൊക്കെ ഏകദേശം സമയമൊക്കെ പോയി. ഇനി ഓടി പിടിച്ച് വേണം പോയിട്ട് തിരിച്ച് വരാൻ കേട്ടോ. ഇതാണ് നമ്മുടെ വഴി. നോക്കൂ, ദീർഘം പിടിച്ച പാതയാണ് കേട്ടോ. കുഴികൾ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും സ്വാഗതം കേട്ടോ. പണ്ടത്തെപ്പോൾ തന്നെയുണ്ട് കുഴി, മാറ്റവും വന്നിട്ടില്ല. ഏതായാലും ഇന്ന് പൂച്ചയ്ക്ക് കുത്തിവെപ്പ് കിട്ടിയില്ല. 1 മാസം കൂടി കഴിഞ്ഞിട്ട് കുത്തിവെപ്പ് എടുക്കാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് അവരുടെ പ്രായം അനുസരിച്ച് 3 മാസം കണ്ട് ആവണം. വെറ്റിനറി ഡോക്ടർ പറഞ്ഞ് എങ്ങനെയാണ് കേട്ടോ. അപ്പോഴാണ് കുത്തിപ്പെടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അങ്ങനെ മെയിൻ റോഡൊക്കെ കിടന്ന് മുമ്പോട്ടിങ്ങ് പോകുന്നു. ഇതേ നമ്മൾ ആശുപത്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ലേ കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് കയറണം. അപ്പോഴാണ് നമ്മുടെ ഗവൺമെൻറ് ആശുപത്രി. നമ്മുടെ ആശുപത്രി വേറെയാണ്. ഇതിപ്പോൾ നമ്മുടെ അടുത്തായതുകൊണ്ടാണ് നമ്മൾ ഈ ആശുപത്രിയിലേക്ക് പോകുന്നത് കേട്ടോ. എളുപ്പമാണ് ഇതിൽ പോകാൻ. നമ്മുടെ ആശുപത്രിയിലേക്ക് പോകാൻ ഇത്തിരി ടൈം പിടിക്കും. അങ്ങനെ വണ്ടി നിർത്തി നമ്മൾ ഈ ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ കൂടെ മുകളിലോട്ട് വേണം കയറാൻ. അവിടെയാണ് പിള്ളേർക്ക് കുത്തിവെപ്പും മരുന്നും ഒക്കെ കൊടുക്കുന്നത് കേട്ടോ. കാരണം ഈ സ്റ്റെപ്പ് മുകളിലോട്ട് കയറി പോകണം. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരൊറ്റ മനുഷ്യനില്ല കേട്ടോ. പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്നു. ആൾ വന്നിട്ട് വേണമല്ലോ. അങ്ങനെ ആളെത്തി കൊച്ചിൻ്റെ വെയിറ്റൊക്കെ എടുത്ത് കേട്ടോ. പിന്നെ ഞങ്ങളുടെ പരിപാടിയാണ് കൊച്ചിൻ്റെ വെയിറ്റ് നോക്കി കഴിയുമ്പോൾ ഞങ്ങൾ നോക്കും വെയിറ്റ്. അങ്ങനെ ഇത് നമ്മുടെ ആശാ വർക്കറാണ് കേട്ടോ. നമ്മൾ തൊട്ടടുത്താണ് താമസിക്കുന്നത് ചേച്ചി. അപ്പം കൊച്ചിന് മരുന്നെല്ലാം കൊടുത്തു, വൈറ്റമിനെ കൊടുത്തു. ആളത്ര ഇതിലല്ല, രാവിലെ ചെറുതായിട്ടൊന്ന് വീണായിരുന്നു. അതിൻ്റെ ഒരു മുഖത്തൊരു വാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ആശുപത്രിയുടെ അകം. നോക്കൂ. അപ്പോൾ അപ്പുറത്തൊരു ചേച്ചിയും കൊച്ചും വേറെ ചേച്ചിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അങ്ങോട്ട് ഞാൻ ഫോൺ കൊണ്ടുപോകുന്നില്ല. പ്രൈവസി മുഖ്യം ബിഗിലേ. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങി പോരാണേ. എല്ലാം ഇത് വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കേട്ടോ. എല്ലാം പടപടാന്നാണ്. ഓടുന്നു, ഇറങ്ങുന്നു, ചെല്ലുന്നു, മരുന്ന് കൊടുക്കുന്നു, ഇറങ്ങുന്നു, ഇതൊക്കെ തന്നെ കേട്ടോ. ഈ സ്റ്റെപ്പ് ഇറങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നേ, സൈഡിൽ കൂടെ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നേരെ വീട്ടിൽ പോവാം. സിക്കയ്ക്ക് ജോലിക്ക് പോകണ്ടേ. അപ്പോഴേ മഴ പെയ്യാനുള്ളൊരു ചാൻസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പോയിക്കോ, നിൽക്കണ്ട, എനിക്ക് തിരിച്ച് പോകേണ്ടതാണ് പറഞ്ഞ് സിക്കെ ബഹളം വെക്കുന്നുണ്ട്. അങ്ങനെ വണ്ടിയൊക്കെ കയറി. അപ്പോൾ എന്നെ കാണാമോ? വണ്ടിയുടെ കണ്ടോ എന്നെ കാണാമോ? അതാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ വരുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വീഡിയോ കണ്ടോ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഞാൻ ഫോൺ എടുത്ത് താത്തും കേട്ടോ. അപ്പം സിക്കയുടെ ഷർട്ടിൻ്റെ കളറ് വരും. അങ്ങനെ നമ്മളിതേ റോട്ടിലോട്ട് ഇറങ്ങി.
ആശുപത്രിയിൽ നിന്ന് മെയിൻ റോഡിലോട്ട് കേട്ടോ. അത് വലത്ത് ഭാഗത്തേക്ക് ഈരാറ്റുപേട്ടയ്ക്കും ഈ ഇടത്ത് ഭാഗത്തേക്ക് നമ്മുടെ ഇടത്തുമാണ് പോകേണ്ടത് കേട്ടോ. അങ്ങനെ വീണ്ടും അതേ വഴിയിലൂടെ തിരിച്ച് യാത്ര ചെയ്ത് നമ്മളവിടെ എത്തി. ഇനി കൊച്ചവിടെ കടയുണ്ട്, കൊച്ചിനെയും കൊണ്ട് വേണം പോവാൻ. ഗ്യാസ് കുറ്റി, അതെ ഗ്യാസ് കുറ്റി കാണുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം. പിന്നെ കട കയറി കഴിയുമ്പോൾ പിള്ളേർക്ക് പിന്നെ അതും ഇതൊക്കെ മേടിക്കണം, മുട്ടായി മേടിക്കണം. എന്തൊക്കെ ചോദിച്ചിട്ടും ഇളയ കുട്ടിക്ക് വലിയ ഹാപ്പി ഒന്നുമില്ല കേട്ടോ. അവൾ രാവിലെ ചെറുതായിട്ടൊന്ന് വീണതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഞങ്ങളെല്ലാവരും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി. ഒരു പാലം കഴിഞ്ഞ് വേണം കേട്ടോ നമുക്ക് ഇവിടുന്ന് കിടക്കാൻ. ഇതൊരു പാലം കണ്ട. പിന്നെ അപ്പുറത്ത് കാണുന്ന പാലമാണ് നമ്മുടെ. അപ്പോൾ ഒരു ലോറി വന്നു പൊട്ടപ്പൊട്ടയെ കേട്ടോ. അതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി. നേരെ തറവാട്ടിലോട്ടാണ് കേട്ടോ ഈ പാലം. അതിൻ്റെ മുകളിലോട്ടാണ് നമ്മുടെ വീട്. പിന്നെ സീക്കെ പിള്ളേരെയൊക്കെ മുകളിൽ കൊണ്ട് തന്നു വിടാമെന്ന് പറഞ്ഞ് കയറി പോന്നു. നല്ല കയറ്റമാണ് മുകളിലോട്ട് കേട്ടോ. അപ്പം മമ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ ചെന്നിട്ട് ഒരു സാധനം എടുത്തുകൊണ്ട് പോകണമെന്നേ. അപ്പം ഇനി അതും എടുത്തുകൊണ്ട് വേണം വീട്ടിലോട്ട് കയറി പോകാൻ. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോറ അവിടെ കിടന്ന് കുരയ്ക്കുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് ഇരിങ്ങാവും ഞാവും എന്ന് വെച്ച് വെക്കാവോ. അതെ പൂച്ചകളെല്ലാം എൻ്റെ അടുത്ത് നിന്ന് തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ നേരെ കയറി ചെല്ലുമ്പോൾ കർബൂസ് കിടക്കുന്നു. അവൻ്റെ ദേഹത്തൊക്കെ എന്തോ പരിക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ സാധനങ്ങൾ എടുത്തപ്പോൾ വാഴക്കപ്പോളിയും ചക്കയുടെയാണ് കേട്ടോ. വാഴക്കപ്പോളിയും ചക്കയുടെയും. അപ്പോൾ ഇനി കുശാലാണ്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാം. ചെന്ന ഉടനെയൊക്കെ അത് പാത്രത്തിലാക്കി വെച്ചു. ഇടയ്ക്കിടയ്ക്ക് മറക്കാതെ കഴിക്കണ്ടേ അതിന് വേണ്ടി. പിന്നെ പൂച്ച നോക്കുമ്പോൾ 3 കൂടി നല്ല ഉറക്കമാണ്. ഈ 3 പൂച്ചകൾ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ആ 2 മഞ്ഞപ്പൂച്ചകളെ കിങ്ങിണി കിച്ചു കൂടി തന്നിട്ട് പോയതാണ് കേട്ടോ നോക്കാൻ വേണ്ടി. അപ്പം സീക്ക് തിരിച്ച് ജോലിക്ക് പോയിട്ടുണ്ടേ. ഒരു ഉച്ച തിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ മഞ്ഞപ്പൂച്ചകളുടെ ഉടമസ്ഥൻ വന്നു, കിച്ചു വന്നു കേട്ടോ. പിന്നെ കുറേ നേരം കിച്ചുമായിട്ട് വർത്തനൊക്കെ പറഞ്ഞിരുന്നു. കിങ്ങിണിയും കിച്ചു ഉണ്ടായിരുന്നേ. ആദ്യം കിങ്ങിണി വന്നു, പിന്നെ പുറകെ കിച്ചും വന്നു. അപ്പോൾ ഇന്ന് പൂച്ച കൊണ്ടുപോകുന്നില്ല ചേച്ചി, നാളെ കൊണ്ടുപോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാം വർത്തമാനം പറഞ്ഞ് കുറേ നേരം നിന്നു. പിന്നെ അവന്മാരും താഴോട്ട് പോയി ടാറ്റയൊക്കെ പറഞ്ഞ് 2 ദിവസം നോക്കാൻ ഏൽപ്പിച്ചിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ആശുപത്രി കൊണ്ടുപോയപ്പം 3 പേരെ ഒരുമിച്ചാണ് കൊണ്ടുപോയത്. പിന്നെ ഉമ്മയുടെ കളിയൊക്കെ അങ്ങനെ നോക്കി നിന്ന് കേട്ടോ. അതിലൊരു പൂച്ച, ഈ നിൽക്കുന്ന കുഞ്ഞിപ്പൂച്ച നടുക്കണ്ട, അത് ഭയങ്കര കുഞ്ഞാണ് കേട്ടോ. ഭയങ്കര ആരോഗ്യം തീരെയില്ല. അപ്പോൾ അതിനൊന്ന് ശരിയാക്കി എടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഉണ്ടല്ലോ ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഈ ഗ്രാമ്പു കണ്ടൻപൂച്ചയാണെന്ന് ഓർത്തോണ്ട് കേട്ടോ കൊണ്ടുവന്നേ. ഈ ഗ്രാമ്പു പെൺപൂച്ചയായിരുന്നു. ബാക്കി 2 മഞ്ഞപ്പൂച്ചകളും കണ്ടൻ പൂച്ചകളും കേട്ടോ. അപ്പോൾ പ്രിയപ്പെട്ടവരെ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.